മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അറസ്റ്റിലാകുന്ന മന്ത്രിമാർക്ക് 30 ദിവസത്തിനു ശേഷം പദവി നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാനുള്ള പുതിയ കുതന്ത്രമാണ് സംഘപരിവാർ പ്രയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണിത്. മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടിക്കുക, അതിന്റെ പേരിൽ രാജിവെപ്പിക്കുക എന്ന നവഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പുതിയ പരീക്ഷണമാണിത്. സംഘപരിവാറിന്റെ ഈ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ലോക്സഭയിൽ നടന്ന ബില്ലിനെതിരെ തന്നെയാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. അറസ്റ്റിലാകുന്ന മന്ത്രിമാർക്ക് 30 ദിവസത്തിന് ശേഷം പദവി നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഒരു മറുപടി പറഞ്ഞിരിക്കുകയാണ്. BJP ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാനുള്ള പുതിയ കുതന്ത്രമാണ് സംഘപരിവാർ ഉപയോഗിക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നു. മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുക, അതിനുശേഷം രാജിവെക്കുക എന്ന നവഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പുതിയ പരീക്ഷണമാണ് ഇത്. സംഘപരിവാറിന്റെ ഈ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു.